ശ്രീ ജോസഫ് ആന്റണി, ഇന്നിപ്പോ ആരാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നുണ്ട് അവിടെ അത് വലിയ മൊത്തത്തിൽ ഇപ്പൊ പാക് നേതാക്കളുടെ ഭാഷ ഭീഷണിയുടെ ഭാഷയാണ്. സിന്ധു നദീതടത്തിലെ വെള്ളം നമ്മൾക്ക് തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര ഈ പറഞ്ഞ സിന്ധു നദീതടത്തിലൂടെ ഒഴുക്കും എന്ന് പറയുകയാണ് ബിലാവൽ ഭൂട്ടോ. ഈ കരാർ റദ്ദാക്കലിൽ പാക് നേതാക്കൾക്കിടയിലുള്ള വലിയ ഫ്രസ്ട്രേഷൻ, വലിയ പാനിക്ക്, വലിയ ആശങ്ക അത് ഈ പറഞ്ഞ ആണവ ഭീഷണിയിലടക്കം പ്രകടമാവുന്നില്ലേ ശ്രീ ജോസഫ് ആന്റണി? താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ബിലാവൽ ഭൂട്ടോ അങ്ങനെ പറഞ്ഞതിൽ നമ്മൾ അത്ഭുതപ്പെടത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കേണൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1000 ദിവസം പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ പുല്ല് തിന്നാലും ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കും എന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ച ഒരു നേതാവിൻ്റെ ചെറുമകനാണ് അദ്ദേഹം അതിനങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന സഖ്യകക്ഷി ഗവൺമെൻറ്റിലെ ഘടകകക്ഷിയുടെ നേതാവാണ്, പ്രസിഡൻ്റാണ് ബിലാവൽ ഭൂട്ടോ. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ സിന്ധു നദീജലം എന്ന് പറയുന്ന ആ സിന്ധു നദീയുടെ തീരത്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അദ്ദേഹം ലർക്കാന എന്ന് പറയുന്ന മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ലർക്കാന മണ്ഡലത്തിൽ നമുക്കറിയാം മൊഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്, സിന്ധു നദീതട സംസ്കാരം മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ലർക്കാന മണ്ഡലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശവുമായി വളരെയധികം ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അത്തരമൊരു പ്രതികരണം ഉണ്ടാവാതിരിക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കേണൽ സൂചിപ്പിച്ചതുപോലെ വളരെ ദുർബലമായ, സാമ്പത്തികമായും സൈനികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തെങ്കിലും തരത്തിലൊന്ന് പ്രതികരിച്ചാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഭയമുള്ളതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് പോലെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ആണവായുധമുണ്ട് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ 1999 നമ്മളുമായിട്ട് സംഘർഷമുണ്ടായി, ഒരു ആണവായുധ പ്രയോഗമുണ്ടായില്ല. ആണവായുധം എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്നൊരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനുള്ള ഡിറ്ററൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും തടയാനുള്ള കേപ്പബിലിറ്റി, പാകിസ്ഥാനേക്കാൾ വളരെ ശക്തമായ കേപ്പബിലിറ്റി 3 തലങ്ങളിൽ നിന്നും, കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തു നിന്നും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ആർജിച്ചു കഴിഞ്ഞ രാഷ്ട്രം കൂടിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചില്ല. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് വളരെ വളരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ തരത്തിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമായ ഒരു രാജ്യത്തിൻ്റെ വാസ്തവത്തിൽ ഈ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് പറയുന്ന കാര്യമാണിത്. അതാണ് ഇതിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതിൻ്റെ ടൈമിംഗ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോവുകയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നിൽക്കുകയും ചെയ്തപ്പോഴുള്ള ആ ടൈമിംഗ്, ഈ നിരപരാധികളായിട്ടുള്ള 26 ആളുകളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ട. എന്താണ് ആ ടൈമിങ്ങിൻ്റെ പ്രാധാന്യം? ആ ടൈമിങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് അമേരിക്ക നൽകിയിരുന്നത് പോലെയുള്ള സാമ്പത്തികമോ സൈനികമോ ആയിട്ടുള്ള സഹായങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാന് അവർ നൽകുന്നില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യയും നേരത്തെ നൽകിയിരുന്നത് പോലെ സാമ്പത്തിക സഹായവും ഒന്നും നൽകുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നതിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നതുകൊണ്ട് ലോകബാങ്കിൽ നിന്നും ഗഡുക്കളായി കിട്ടുന്ന സമ്പത്ത് കൊണ്ട് മാത്രമാണ് ആ രാഷ്ട്രം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ആ രാഷ്ട്രം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈന്യത്തെ നവീകരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന, ഭരണം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി അസിം മുനീർ എന്ന് പറയുന്ന കരസേന മേധാവി നടത്തിയ ഓപ്പറേഷനാണിത്. നമുക്കറിയാം, അസിം മുനീർ എന്ന് പറയുന്ന ആൾ ISIയുടെ മേധാവിയായിരുന്ന ആളാണ്. ISIയുടെ മേധാവിയായിരുന്ന നമുക്കറിയാം ആരാണ് ഈ ഭീകരന്മാരെ, ജെയ്ഷെ മുഹമ്മദിനെ, ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ അടങ്ങുന്ന ഭീകര സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ്, പരിശീലിപ്പിക്കുന്നവരാണ്, ആയുധം കൊടുക്കുന്നവരാണ് ISI ആണ്. അപ്പോൾ അങ്ങനെ ISIയുടെ നേതാവായിരുന്ന അസിം മുനീർ കരസേനാ മേധാവിയായി വന്നപ്പോൾ തന്നെ അദ്ദേഹം ശക്തനായ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നമുക്കറിയാം ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവനയെ പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും 2 രാഷ്ട്രങ്ങളാണ്, 2 സംസ്കാരമാണ്, 2 ചരിത്രമാണ്, 2 മതമാണ്, എല്ലാ തരത്തിലും. അതായത് ഒരു പട്ടാള ഭരണാധികാരി ഒരു കാരണവശാലും പറയേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സേനയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, കാശ്മീരിൻ്റെ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. എണ്ണ കോരിയിട്ട് അങ്ങനെ വിദ്വേഷ പ്രസ്താവന നടത്തി അസീം മുനീറിനെ ഇപ്പൊ കാണാനോ കേൾക്കാനോ ഇല്ല. ഇപ്പൊ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോടകം പ്രതികരിക്കുന്നുണ്ട്. പലതും ഇന്ത്യ ഭീഷണിയാണെന്ന് കൂട്ടിക്കോ. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ അസീം മുനീർ എവിടെയാണ്? അസീം മുനീറിന്റെ ഒരു പ്രതികരണം വരാനില്ല. അസീം മുനീർ അതിനുശേഷം ഏതെങ്കിലും പൊതുപരിപാടികൾ സംസാരിച്ചേ കേൾക്കുന്നില്ല. അസീം മുനീർ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഇനി ശ്രീ ജോസഫ് ആന്റണി? അല്ല, അസീം മുനീർ അവരെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ TV പോൾ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് എക്സ്പെർട്ട് ഉണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, വാറിയർ സ്റ്റേറ്റ്.
യുദ്ധരാഷ്ട്രം പാകിസ്ഥാനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. 1996 ബെനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ റാവൽപിണ്ടി സന്ദർശിക്കുന്നു. റാവൽപിണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടാള സേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അവിടെ. അദ്ദേഹം അവരവിടെ സന്ദർശിച്ചപ്പോൾ അന്ന് ലഫ്റ്റനൻറ്റ് ജനറലായിരുന്നു പെർവേസ് മുഷാറഫ്. ലഫ്റ്റനൻറ്റ് ജനറൽ ഇവരോട് പറഞ്ഞു, ബെനസീർ ഭൂട്ടോയോട് പറഞ്ഞു, ഇപ്പം കാശ്മീരിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ അത്ര ശ്രദ്ധയൊന്നും വരുന്നില്ല, കാശ്മീർ ഒന്ന് മങ്ങിക്കിടക്കുകയാണ്, അവിടെ നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്യണം എന്ന് 1996 പറഞ്ഞപ്പോൾ അവരതിനെ ഇഗ്നോർ ചെയ്തു. അങ്ങനെ ഇഗ്നോർ ചെയ്തെങ്കിലും പർവേസ് മുഷറഫ് ഇഗ്നോർ ചെയ്തില്ല. അങ്ങനെയാണ് 1999 നവാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കാർഗിലിൽ പട്ടാളക്കാരെ അയച്ച് അദ്ദേഹം കാർഗിൽ യുദ്ധം തുടങ്ങി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം സംഘർഷം എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായി കാശ്മീരിനെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ അജണ്ടയാണ്. അവിടെ നമുക്കറിയാം അവിടുത്തെ പ്രതിരോധ നയങ്ങൾ, അവിടുത്തെ വിദേശ നയങ്ങൾ, അവിടുത്തെ ബജറ്റ്, ഈ 3 കാര്യങ്ങളും സുപ്രധാനങ്ങളായിട്ടുള്ള 3 കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അസീം മുനീറിനെ നമ്മൾ ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഇപ്പോഴും ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, വാസ്തവത്തിൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ആൾ നിസ്സഹായനാണ്. രാഷ്ട്രീയ നേതൃത്വം തന്നെ നിസ്സഹായമാണ്. അവരിങ്ങനെ ചില പ്രസ്താവനകൾ നടത്തുന്നുള്ളതല്ലാതെ ബിഹൈൻഡ് ദ കട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ അതിശക്തമായി നിയന്ത്രിക്കുന്നതും നടത്തുന്നതുമാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ കാരണം അസീം മുനീർ മറ്റെന്തോ ഒരു ദുഷ്ടബുദ്ധിക്ക് പിന്നാലെയാണോ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ, ISA ബന്ധം നോക്കുമ്പോൾ മറ്റെന്തോ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിന്റെ അധികാരം പിടിച്ചെടുക്കുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിരകാല അഭിലാഷത്തിലേക്കുള്ള വഴിതെളിക്കാനുള്ള എന്തെങ്കിലും നീക്കത്തിലാണോ എന്നൊരു സംശയം തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചാണ് ഞാൻ.